ഹായ് മച്ചാന്മാരെ, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിൽ പല തരത്തിലുള്ള ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ്സ്, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് ആർക്കും, അങ്ങനെ ഭൂരിഭാഗം ആൾക്കാർക്കും അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ടേക്ക് എത്തിക്കാൻ പോകുന്നത്, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ, ഭൂരിഭാഗം ആൾക്കാരുടെയും വീട്ടിൽ ഇൻഡക്ഷൻ കുക്കർ ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് കറണ്ട് അടുപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ്, നമ്മളൊരു പാത്രം വയ്ക്കുമ്പം ഇതെങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഭൂരിഭാഗം പേർക്കും അറിഞ്ഞുകൊള്ളുന്നില്ല. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ്, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ടേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടേക്ക് നേരെ കിടക്കാം. അപ്പം ഇതാണ് നമ്മുടെ അടുത്തുള്ള ഇൻഡക്ഷൻ കുക്കർ, പ്രീതിൻ്റെ ഇൻഡക്ഷൻ കുക്കറാണ്. അപ്പോൾ ഈ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങളുടെ മുന്നോട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ ഇൻഡക്ഷൻ കുക്കർ ഇനി ഓപ്പൺ ചെയ്യാം. അപ്പോൾ മച്ചാന്മാരെ, ഇതാണ് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മുടെ ഏറ്റവും ടോപ്പ് ഭാഗമാണ്. ഇത് നമ്മുടെ ബാക്കിയുള്ള ഭാഗം. ഇത് ഒരു ടച്ച് ചെയ്ത് പ്രവർത്തിക്കുന്ന ഇൻഡക്ഷൻ കുക്കറാണ്. ടച്ചാണ് ഇതിൽ വരുന്നത്, അതുകൊണ്ടാണ് ഈ സ്പ്രിങ്ങുകൾ വരുന്നത്. ഇതുണ്ടോ, ഈ സ്പ്രിങ് എല്ലാം ടച്ചിൻ്റെ ആണ്. ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് സ്വിച്ച് വരുന്നതായിട്ടും ഉണ്ട്. അപ്പം ഈ സ്പ്രിങ്ങിൽ നമ്മൾ ഇതിൻ്റെ മേലയിൽ തൊടുമ്പോൾ ഈ സ്പ്രിങ്ങിൽ വരുന്ന വൈബ്രേഷൻസിൻ്റെ ഇതുകൊണ്ടാണ് നമുക്ക് ഈ ഇൻഡക്ഷൻ കുക്കർ പ്രവർത്തിച്ച് കിട്ടുന്നത്. പാത്രം വെച്ച് കഴിഞ്ഞാൽ അത് ഡിറ്റക്റ്റ് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു സെൻസർ ഉണ്ട്. കാണാൻ പറ്റുമോയെന്നറിയില്ല. ഇതുണ്ടോ, ഇവിടെ ഒരു സെൻസർ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ആ സെൻസറിൽ പ്ലേറ്റ് വെക്കുമ്പോഴാണ് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ മേലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് എന്ന് ഇൻഡക്ഷൻ കുക്കർ സെൻസ് ചെയ്യുന്നു. അതല്ല എങ്കിൽ നമ്മുടെ ഈ ഡിസ്പ്ലേയിൽ E0 എന്ന് പറഞ്ഞുള്ളൊരു എറർ ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഈ സെൻസർ കംപ്ലൈൻ്റ് ആണെങ്കിൽ പോലും ഇവിടെ E0 എന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് കാണിക്കും. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ഫാൻ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. അത് ഞാൻ ഈ മേലത്തെ ഞാൻ അഴിച്ചു കാണിച്ചു തരാം. നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഇതുണ്ടോ മച്ചാന്മാരെ, ഇതാണ് നമ്മുടെ ഈ ഫാന്. നമ്മൾ ഇൻഡക്ഷൻ കുക്കർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഓഫ് ചെയ്യാൻ നേരത്ത് ഈ ഫാൻ വർക്ക് ചെയ്ത് കൂളിംഗ് കുറച്ചിട്ടാണ് ഇൻഡക്ഷൻ കുക്കർ പൂർണ്ണമായിട്ടും ഓഫ് ആവുക. എന്നിട്ട് മാത്രമേ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഉള്ളിലെ കുറച്ച് പാർട്സാണ്. എൻ്റെ കയ്യിൽ വേറെ ഒരു ബോർഡ് ഇരിപ്പുണ്ട്. അപ്പോൾ ആ ബോർഡിൽ നിന്ന് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ മച്ചാന്മാരെ, ഇതാണ് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിനകത്തെ ബോർഡ്. ഈ ബോർഡിനെ മദർ ബോർഡ് എന്നാണ് വിളിക്കുക. ഇത് നമ്മുടെ ഡിസ്പ്ലേ ഒക്കെ ഉള്ള ബോർഡാണ്. ഇത് നമ്മുടെ ഇൻഡക്ഷൻ കോയിൽ, ഇത് നമ്മുടെ സെൻസർ. ഇതിൻ്റെ പ്രവർത്തനം ഞാൻ എങ്ങനെയാണെന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പാത്രം ഇൻഡക്ഷൻ കുക്കറിൻ്റെ മേലോട്ടേക്ക് വെക്കുമ്പോൾ ഈ കാണുന്ന സെൻസറാണ് പാത്രം ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പം ഈ കോയിൽ ചൂടാവുകയും നമ്മുടെ പാത്രത്തിലോട്ടേക്ക് ചൂട് ആഗിരണം ചെയ്ത് അതിലെ ആ പാത്രത്തിനുള്ളിലെ വെള്ളമോ എന്താണോ അത് ചൂടായി നമുക്ക് ലഭിക്കുന്നത്. ഈ കോയിലിന് പറയുന്ന പേരാണ് ഇൻഡക്ഷൻ കോയിൽ. ഇത് നമ്മുടെ സെൻസർ. ഇതൊക്കെ നമ്മുടെ കപ്പാസിറ്റേഴ്സാണ്. ഇത് ഫിൽട്ടർ കപ്പാസിറ്റർ എന്നാണ് പറയുന്നത്. ഈ ബോർഡിനെ നമ്മൾ മദർ ബോർഡ് എന്ന് വിളിക്കുന്നു. ഇത് നമ്മുടെ DC ഫാനാണ്. നമ്മൾ ഈ ഇൻഡക്ഷൻ കുക്കർ ഇന്ന് പാത്രം എടുത്തു കഴിഞ്ഞ് ഇൻഡക്ഷൻ കുക്കറിൻ്റെ അവിടെയുള്ള കാണിച്ചിരിക്കുന്ന ഓഫ് സ്വിച്ച് ഞെക്കി കഴിയുമ്പം ഈ ഫാൻ പ്രവർത്തിച്ച് ഇതിലേക്ക് വന്നിരിക്കുന്ന ചൂടിനെ തണുപ്പിച്ച് തരും. എന്നിട്ട് മാത്രമേ നമ്മൾ മെയിനായിട്ടുള്ള സ്വിച്ച് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫാൻ കറങ്ങി ഈ നമ്മുടെ ബോർഡ് തണുപ്പിക്കാതെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കുക്കറിന് തന്നെ കംപ്ലൈൻ്റ് ആവും. നമുക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ബോർഡിലോട്ടേക്ക് പോകാം. ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ ബോർഡ്. ഈ ബോർഡിൻ്റെ ഇവിടെ ഒരു IC ഉണ്ട്. ഇത് നമ്മുടെ ഡിസ്പ്ലേ വരുന്നു. ഇത് നമ്മുടെ ടച്ച് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്ന സെൻസർ. ഇത് ഒരു സ്പ്രിങ് ആണ്, കണ്ടോ.
സ്പ്രിങ് ആണ് ഇവിടെ സെൻസറായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ സ്പ്രിങ്ങിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന വൈബ്രേഷൻ അനുസരിച്ചാണ് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ പ്രവർത്തിക്കുക. ഇത് അതിൻ്റെ ഓരോന്നായ ഇൻഡിക്കേഷൻ ലൈറ്റ്സുകളാണ്. ഇതിൻ്റെ പുറകിൽ വേറൊരു ഐ.സി വരുന്നുണ്ട്. ഇത് വേറൊരു ഐ.സി ആണ്, പ്രോഗ്രാം ഐ.സി ആയിരിക്കും എല്ലാം. ഇത് അതിൻ്റെ ഓരോ ട്രാക്കുകളാണ് ഈ പോയിരിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ മദർ ബോർഡിലോട്ടേക്ക് വരുവാണെങ്കിൽ, ഇത് നമ്മുടെ ഡയറക്റ്റ് സപ്ലൈ ആണ്, 250 വോൾട്ട് വരുന്നത്. ഇത് നമ്മുടെ ഫ്യൂസ്. ഇതൊരു കുഞ്ഞ് ട്രാൻസ്ഫോമറാണ്. ഇവിടെ ഒരു ഐ.സി വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ ഡിസ്പ്ലേ ബോർഡിലോട്ടേക്കുള്ള ഇൻപുട്ടും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇത് നമ്മുടെ ഒരു സെൻസറാണ്. നമ്മൾ ഈ സ്വിച്ചൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്ക് നമുക്ക് പറഞ്ഞിട്ട് ഓരോ സൗണ്ട് കേൾക്കാറില്ലേ, നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴൊക്കെ സൗണ്ട് കേൾക്കുന്നത്, അത് ഈ ബസറിൽ നിന്നാണ്. ഇത് നമ്മുടെ ഐ.സി ഒക്കെ ചൂടാകുമ്പം അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതിന് ഹീറ്റ് സിങ്ക് എന്നാണ് പറയുക. ഇതിൻ്റെ കാണാൻ സാധിക്കുന്നില്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്നതാണ് നമ്മുടെ ഐ.സി. ഈ ഐ.സികളാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ പുറകുവശം വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബോർഡ്. ഇതൊക്കെ ഇതിൻ്റെ സർക്യൂട്ട് ലൈനുകളാണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഈ സാധനം, അതായത് ഇൻഡക്ഷൻ കോയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗം. ഇവിടെ ഇതൊക്കെ റെസിസ്റ്റർ എന്നാണ് ഇതിനൊക്കെ പറയുന്നത്, റെസിസ്റ്റർ എന്നാണ് പറയുക. പിന്നെ ഇത് നമ്മുടെ ഒരു സീരീസ് ടെസ്റ്റിംഗ് ലാമ്പാണ്, സീരിയൽ ലാമ്പ് എന്ന് പറയും. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കർ നമ്മൾ യൂസ് ചെയ്യാൻ നേരത്ത് ചില സമയങ്ങളിൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പം അപ്പോൾ തന്നെ ബ്രേക്കർ ഡൗൺ ആവാറ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് ഷോർട്ട് വരാൻ ചാൻസ് ഉണ്ട്. അന്നേരം നമ്മൾ കടയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പം അവർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതിലേക്കാണ് കുത്തുക. ഇതിലോട്ടേക്ക് നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ ഈ സീരീസ് എന്ന് പറഞ്ഞ എസ് എന്ന് ഞാൻ ഒരു മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ ലൈറ്റ് കത്തുവാണെങ്കിൽ ഈ ബോർഡിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഈ ബോർഡിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം ഷോർട്ടാണ്. ചിലപ്പം ഐ.സി പോയതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്യൂസ് പോയതായിരിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാം നന്നാക്കി കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് ഈ എസ് എന്ന് പറഞ്ഞ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ ലൈറ്റ് കത്തില്ല. അപ്പോൾ ഓക്കെ ആയി. അതിന് ശേഷം നമുക്ക് ഈ എൻ എന്ന് പറഞ്ഞ് ഈ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഈ നോർമൽ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ പ്രവർത്തിക്കും. ഇൻ കേസ് നമ്മൾ ഷോർട്ടുള്ള സമയത്ത് ഈ സ്വിച്ചിന് പകരം ഈ സ്വിച്ചൊക്കെ ഓണാക്കിയെങ്കിൽ ഒരു വെടിക്കെട്ട് തന്നെ അവിടെ നടക്കും. നമുക്ക് തിരിച്ച് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിലുള്ളത്. ഞാൻ ഒന്നും കൂടി നമ്മുടെ ബോർഡിനെ ഒന്നും കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മദർ ബോർഡിൽ ഓരോ സാധനങ്ങൾ വരുന്നത്. ഈ മദർ ബോർഡിൻ്റെ ഇവിടെ നിന്ന് നേരെ നമ്മുടെ കോയിലിലോട്ടേക്ക് കറണ്ട് വരുന്നു. അതിൻ്റെ മേലെ നമ്മുടെ സെൻസറുണ്ട്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ മോഡ്യൂളിൽ വരുന്ന കോമ്പണൻസ് ഇതൊക്കെയാണ് ഇതിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അതാകുമ്പോൾ എൻ്റെ വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.